ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാട്ടം ഉണ്ടാക്കണത്. അപ്പോൾ പുട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് പഴമുണ്ട്. അപ്പോൾ ഏത്തപ്പഴമാണ്, അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പഴവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുട്ടും പഴമൊക്കെ കൂട്ടിയിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലക്കാനും അങ്ങനെ കുറേ ജോലികളുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു വെയിലൊക്കെ തെളിയുന്നുണ്ട്. അപ്പോൾ മുറ്റത്തോടെയൊക്കെ നടന്നപ്പോൾ ചെടികളും ഒക്കെ കണ്ടപ്പോൾ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയത് എനിക്കൊരു കപ്പങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടി മോര് കാച്ചാനാണ്. അപ്പോൾ കപ്പങ്ങ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരെണ്ണം പൊട്ടിച്ചെടുക്കാൻ വേണം. അപ്പോൾ നോക്കുമ്പോഴാണ് ചെടികൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കണേ. അപ്പോൾ പിന്നെ അതും കൂടി വീഡിയോയിലാക്കിയതാണ്. കല്യാണ സൗഗന്ധി കാട്ടും ഇതിങ്ങനെ വിരിഞ്ഞ് വരണേ ഉള്ളൂ. വെള്ളപ്പൂവ് നല്ല വാസനയുണ്ട് അതിന്. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് കപ്പങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് പൊട്ടിച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് അലക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ വെയിൽ തെളിയണോണ്ട് തന്നെ അലക്കി അഴയെ കിടക്കണതും ഇനി അലക്കാനുള്ളതും ഒക്കെ വെയിൽ കൊള്ളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ നിന്ന് പിന്നെ അലക്കലും ഇതെല്ലാം കഴിഞ്ഞ് കയറി വന്നിട്ട് വീണ്ടും കറി വയ്ക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ കപ്പങ്ങയുടെ തോലെല്ലാം ചെത്തി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് അരപ്പ് ചേർത്തിട്ട് മോരും ഒഴിച്ച് നമ്മൾ വറവിട്ടെടുത്താൽ മതിയല്ലോ, ഈസിയാണല്ലോ. പിന്നെ ഇതിന് കൂടെ തന്നെ ഞാൻ ഇറച്ചി ഉണ്ടായിട്ട് അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനാക്കി അതും വേവാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ കറിക്ക് അരപ്പൊക്കെ കൂട്ടി കടുകൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട്. കടുകും ഉലുവയും കറിവേപ്പിലയും കുറച്ച് കായംപൊടിയും ഒക്കെ ഇട്ടിട്ടാണ് താളിച്ചൊഴിച്ചത്. അങ്ങനെ മോര് കറിയൊക്കെ റെഡിയായി. പിന്നെ കുറച്ച് പപ്പടവും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ബീഫ് വേവായിട്ടത് വറ്റിക്കാനിട്ടേക്കാണ്. അതിനി നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഫ്രൈ ആക്കി എടുത്തു. പിന്നെ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല വെയിലാണെങ്കിലും ഉച്ചയായപ്പോഴത്തേനും മൂടിക്കെട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ പാലൊഴിച്ചൊരു ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്യണുണ്ടപ്പോൾ കപ്പലണ്ടി ഉണ്ടായി. എന്നാൽ പിന്നെ അത് വറുത്തെടുക്കാം, ഒരു കട്ടൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കപ്പലണ്ടി വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇന്നിവിടെ ഇറച്ചി ഉണ്ടായതുകൊണ്ട് തന്നെ ഫ്രൈ ആണല്ലോ. അപ്പോൾ എന്നാൽ ഡിന്നറിന് പൊറോട്ട വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട വാങ്ങിയിട്ട് വന്നു കേട്ടോ ഡിന്നറായപ്പോഴത്തേനും. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ തട്ടുകടയിൽ രാത്രി 7 മണിയാകുമ്പോഴത്തേനും അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂടുള്ള പൊറോട്ട തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇറച്ചിയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായയും തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ അങ്ങനെയായിരുന്നു കേട്ടോ. പൊറോട്ടയും ബീഫൊക്കെ ആയിരുന്നു. കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ഒന്നിട്ട് കൊടുത്തതാണ്. ഇവിടെ സവാള ഇട്ടിട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് കുറേ നാളായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഞാനിതൊന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാറുമില്ല. വല്ല കാലത്തേക്കാണ് ഞങ്ങളിങ്ങനെ ഷവർമയോ പൊറോട്ടയോ അങ്ങനത്തെയൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊരു സന്തോഷമാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കുറച്ച് കുക്കുംബർ ഇരിക്കണ്ടായി. എങ്കിൽ പിന്നെ എല്ലാവരും അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്ന് ചെത്തി ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവച്ചാൽ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കാനായിട്ട് നിന്നതാണ്. അപ്പോൾ അതെല്ലാം തോലെല്ലാം ചെത്തി കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ഉപ്പും കൂടി
തിരുമ്മി വെച്ചതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ, ഉപ്പും നാരങ്ങാനീരും തിരുമ്മിയിട്ട് കുക്കുംബർ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലതുമാണല്ലോ, നമുക്ക് ശരീരത്തിന് നല്ലതാണ് ഈ കുക്കുംബറൊക്കെ. പിന്നെ ഞാനത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട്